ന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ കർത്താവിൻ്റെ ദാസൻ കുടുംബത്തിനും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. സംഭവകുലമായ ഒരു മാസക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. ഓരോ ദിവസവും പ്രവചന ഭാഗങ്ങളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഒരാണ്ട് കഴിയുമ്പോൾ അടുത്ത ആണ്ട് അതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും കടന്നു വരിക. ആണ്ടോടാണ്ട് കൂടുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരും. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, വേനലെടുത്തു, എൻ്റെ വരവ് വാതിക്കൽ. ഈ വേനൽ എന്ന് പറഞ്ഞ ചൂട്, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അതിനെ കാണിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ വരവിന് മുൻപ് ഇവിടെ നടക്കേണ്ടതായ പല സംഭവങ്ങളുണ്ട്. അത് നടന്നേ പറ്റൂ. അത് വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനത്തിൻ്റെ നിവൃത്തിയാണ്. ആ വാക്യം ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. കാരണം അത് വലിയ ഒരു സ്തോത്രം ആത്മീയ വിഷയമാണ്. ലോകാരംഭം മുതൽ, പ്രവൃത്തി പുസ്തകം 3:21 വാക്യമാണ്. ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം. വലിയ വാക്യമാണത്, വലിയ അർത്ഥങ്ങൾ. മതി മതി. അപ്പൊ ലോകാരംഭം മുതൽ ദൈവത്തിന്റെ വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്തതൊക്കെ അരുളി ചെയ്തതൊക്കെ നിവൃത്തിയാകണം. ഹോർമോൺസ്, കടലെടുക്ക് പ്രശ്നം, അതും അതിൽപ്പെട്ടതാ. യുദ്ധങ്ങൾ അതിൽപ്പെട്ടതാ. ക്ഷാമം, ഭൂകമ്പം അതിൽപ്പെട്ടതാ. ഇന്ന് കാണുന്ന ഈ അക്രമങ്ങൾ എല്ലാം അതിൽപ്പെട്ടതാ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സഭയെ ഇവിടെ ഉള്ളത് കൊണ്ട്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഉള്ളത്തിൽ വന്നൊരു ചിന്തയാണ്, സഭയും പരിശുദ്ധാത്മാവും ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. സഭയും പരിശുദ്ധാത്മാവും കൂടി ഈ ഭൂമിയിൽ ഞങ്ങൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഒരു പദം പറഞ്ഞു, എങ്ങനെ? ചെന്നായ്ക്കൾ മാത്രം ഉണ്ടാവുള്ളൂ ഇവിടെ. പിന്നടുത്ത അവസ്ഥ പറയണോ? പരസ്പരം കടിച്ചു കീറി തമ്മി തല്ലി ചാകുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പണ്ടുള്ള കാലങ്ങളിൽ മനുഷ്യൻ ജീവിച്ച ആ ജീവിതം വളരെ ലളിതമായ ജീവിതം. ഇവ സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചു, ഭൗതികങ്ങൾ വർദ്ധിച്ചു, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു, ആശയവിനിമയങ്ങൾ വർദ്ധിച്ചു. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നൊരു കാലഘട്ടമായി. അപ്പൊ തന്നെ ഒരു സ്വസ്ഥതയും മനുഷ്യനില്ലാത്തൊരു കാലഘട്ടം. എങ്ങനെ വന്നു അത്? ദൈവമായിട്ടുള്ള ബന്ധം മനുഷ്യനിൽ എന്ത് ചെയ്തു? മുറിഞ്ഞുപോയി. ഞാൻ മുഹോര പറഞ്ഞ സമയം അധികം കളയുന്നില്ല. നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക 4-ാം തീയതി. അനേകരെ കരയാനും അനേകരെ സന്തോഷിക്കാനും ഉള്ളൊരു ദിവസം മുമ്പിൽ വരിക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ കരയാനുമില്ല, സന്തോഷിക്കാനുമില്ല. എൻ്റെ ലക്ഷ്യം കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങാനുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അതിനെക്കുറിച്ച് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ രാവിലെ ഒരു പ്രേരണ കർത്താവ് തന്നു. അതുകൊണ്ട് വളരെ ശക്തിയോടെ ഉറച്ചത് വായിക്കുകയും ചെയ്യണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. രാജാവ് കണ്ട ദർശനമോ എന്ന് തുടങ്ങി ആ വാക്യങ്ങളൊന്ന് വായിക്കും. വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും അരയും താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. അടുത്ത തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുവന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാര്യം അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും ഒന്നും ഒരുപോലെ തകർന്ന വേൽക്കാലത്ത് കളത്തിലെ പതിവ് പോലെ ആയിത്തീർന്നു. ഒരിടത്തും മങ്ങാതവണ്ണം കാറ്റ് അവനെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല്
ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെ നിറഞ്ഞു. മതി. ഈ പ്രവചന വാക്യങ്ങളെ അത് ഒന്ന് 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 ഗ്രഹിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ചെയ്യുന്നത്. ഈ ജാതീയ രാജാവ് കണ്ട ഈ സ്വപ്നത്തിന്റെ അർത്ഥം ലോകത്തിൽ ആവിർഭവിക്കുന്ന സാമ്രാജ്യങ്ങളുടെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം. ഈ 4 സാമ്രാജ്യങ്ങളും 4 അവയവങ്ങളോട് താരതമ്യപ്പെടുത്തി ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുക. ബാബിലോൺ ഭരണ സംവിധാനം കഴിഞ്ഞു, മേദ്യ, പേർഷ്യ കഴിഞ്ഞു, ഗ്രീസ് കഴിഞ്ഞു, റോം കഴിഞ്ഞു. ഇപ്പൊ അവസാനം എതിരും എവിടെ നിൽക്കുക? പകുതി കളിമണ്ണും ഇരുമ്പുമായിട്ടുള്ള ജനാധിപത്യം, ഡെമോക്രസിയിൽ വന്ന് നിൽക്കുക. അപ്പൊ ഇതിനെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയാനാണ്, വിശദമായിട്ട് പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല, അതിന്റെ ആവശ്യമില്ല, കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ മതി. അപ്പൊ അവസാനത്തെ ആ ഡെമോക്രസി സിസ്റ്റത്തിൽ വന്ന് നിൽക്കുക. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യങ്ങളെല്ലാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ കിങ്ഡം ഇപ്പോഴും ഉണ്ട്, എന്നാൽ സിംഹഭാഗവും ജനാധിപത്യത്തിലേക്ക് മാറിക്കഴിയും. ഈ ജനാധിപത്യം പരാജയമാണെന്നാണ് ഇരുമ്പും കളിമണ്ണും കൂടി ചേർന്നുള്ള ആ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അർത്ഥം, മാനുഷിക ഭരണം മനുഷ്യൻ ഒരിക്കലും എന്താകത്തില്ല, ശരിയാകത്തില്ല. നമ്മുടെ ഇന്ത്യ എന്നല്ല, അമേരിക്ക എന്നല്ല, കാനഡ എന്നല്ല, ലണ്ടൻ എന്നില്ല, ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കിക്കോ, അവിടെയുള്ള ഭരണങ്ങളൊന്നും ആ രാജ്യത്തുള്ള മുഴുവൻ ജനത്തിനും തൃപ്തികരമല്ല. എഗണിസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് എല്ലായിടത്തും എഴുന്നേറ്റ് വന്നുകൊണ്ട് സൗദി ഭരണത്തെ മറിച്ചിടാൻ വേറൊരു ഭരണ സംവിധാനം അണ്ടർഗ്രൗണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഓരോ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ അമേരിക്ക തന്നെ എടുത്ത് നോക്കിയോ, അമേരിക്കയിൽ ട്രംപിന്റെ ഭരണത്തിനെതിരെ നിൽക്കുന്ന ശക്തമായ ഒരു എതിർ പാർട്ടിയുണ്ട്. അതുപോലെ ഓരോ രാജ്യങ്ങളുണ്ട്. ഇസ്രയേലിൽ പോലും ഉണ്ട്. ഇപ്പോഴുള്ള ഭരണത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷം നിൽപ്പുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം, എല്ലാവർക്കും ഈ ഭരണം തൃപ്തികരമല്ല. എന്നാൽ വചനത്തിലൂടെ പഠിക്കുമ്പോൾ ആര് ഭരിച്ചാലും മനുഷ്യന് തൃപ്തികരമല്ലെന്ന് ഈ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെയും ഈ സംഭവത്തിലൂടെയും നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ് ഒരല്പസമയം. സ്തോത്രം. ഓരോ ഭരണ സംവിധാനങ്ങളും പരാജയപ്പെട്ട് അവസാനം ഒരു ഡെമോക്രസിയിൽ ഭരണ സംവിധാനം വന്ന് നിൽക്കുന്നു. അതും പരാജയമാണെന്നാ പറയുന്നത്. എന്നാൽ പരാജയപ്പെടാത്തൊരു ഭരണ സംവിധാനം വരാൻ പോകുന്നു. സ്തോത്രം. അല്ല, ഒരു വാക്യം ഒന്നുകൂടി എടുത്ത് വായിക്കണം. അതിന്റെ സ്തോത്രം 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊഴാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഇമ്പത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ സംഭവം? എന്താ? തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, രാജാവുകൊണ്ട് സ്വപ്നത്തെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. തകർത്തപ്പോ എന്തൊക്കെ തകർന്നു പോയി? തല തൊട്ട് മുകളിലോട്ട് കംപ്ലീറ്റ് തകർന്നു. ആ ബിംബം മുഴുവൻ തകർന്നു. ബിംബത്തിന്റെ ഓരോ പാർട്ടാണ് ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം 4 സാമ്രാജ്യങ്ങളെ കാണിക്കുക. അത് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഭരണ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു. പ്രിയമുള്ളവരെ, ഇതാരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒരിക്കൽ LDF പോയി കോൺഗ്രസ് വരുമ്പോൾ ശരിയാ, കോൺഗ്രസ് വന്ന് BJP ശരിയാവും. ഇതൊന്നും ശരിയാകത്തില്ല. ദൈവത്തിന്റെ മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ആര് ഭരിക്കണം? ദൈവം തന്നെ ഭരിക്കണം. ഈ 1000 ആണ്ട് വാഴ്ചയുടെ ദൃഷ്ടാന്തം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ശാന്തസുന്ദരമായൊരു ഭരണം. അനീതി വന്നില്ല. പണ്ട് ഹിന്ദുക്കളെ ഞങ്ങൾ പാടിക്കണുണ്ട്, മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. പിന്നെ ബാക്കി അറിയത്തില്ല. ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. സന്തോഷം. ഇതൊക്കെ വെറും സങ്കല്പങ്ങളാണ് എൻ്റെ പൊന്നമ്മി. എല്ലാം സങ്കല്പങ്ങളാണ്. എന്നാൽ നമ്മളീ പറയാൻ പോകുന്ന യാഥാർത്ഥ്യം നടക്കാൻ പോകാനിവിടെ. ഇവിടെ നടക്കുന്നത് മുഴുവൻ ദൈവവ്യവസ്ഥ വിട്ടുള്ള ഭരണ സംവിധാനങ്ങളാണ്. ബഹുമാനപ്പെട്ട കാനവച്ചൻ പറഞ്ഞ കാര്യം രാവിലെ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹം നല്ലൊരു കർത്താവിന്റെ ദാസനായിരുന്നു. പ്രായവും വാർദ്ധക്യത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു,
ദൈവമക്കളെ, UDF വന്നാലും LDF വന്നാലും BJP വന്നാലും നമ്മളാരും സന്തോഷിക്കേണ്ട. നമുക്ക് കർത്താവിന്റെ ഭരണത്തിന്റെ കീഴിൽ നമ്മൾ സന്തോഷിച്ചാൽ മതി. പിശാചാണെങ്കിലും ഭൂതമാണെങ്കിലും പിന്നെ ചെകുത്താനാണെങ്കിലും എല്ലാം ഒന്ന് തന്നെ. ഒന്ന് ചെകുത്താനാണെങ്കിൽ ഒന്ന് ഭൂതം, ഒന്ന് പിശാച്. അപ്പൊ തത്വത്തിലെല്ലാം എന്താ? ഒന്ന് തന്നെ. അതുകൊണ്ട് നമ്മളാരും ഇതിൽ ഓർത്ത് സന്തോഷിക്കണ്ട. സ്തോത്രം. നമ്മളാരും ഇതിന് ഓശാന പാടാൻ നടക്കണ്ട. ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് കർത്താവിന്റെ വേല ഒരു 4-5 വർഷം ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ഉപദേഷ്ടാവൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്താണ്. ആ സമയത്ത് അവിടെയുള്ള വിശ്വാസികൾ ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്കൊന്നും വരത്തില്ല. കാരണം എന്താ? അവർ ഇലക്ഷൻ്റെ പറയാൻ പോകും. നമ്മളാരും അങ്ങനെ പോകാറില്ല. നമ്മളതിന് പോകുന്നുമില്ല, എതിർക്കുന്നുമില്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അജണ്ടയിൽപ്പെട്ട വിഷയങ്ങളല്ല. ഈ നാട് ആര് ഭരിക്കും, ഈ രാജ്യം ആര് ഭരിക്കും, അത് നമ്മുടെ ചിന്തയില്ല. അപ്പൊ നമ്മളിവിടെ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്തുകൊള്ളുക. അതൊന്നും തെറ്റല്ല. ആരും ഭരിക്കട്ടെ. പക്ഷെ നമ്മൾ നോക്കിയിരിക്കേണ്ടത് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയെ ചുട്ടരിച്ച് ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. എന്നാണ് നമ്മുടെ പ്രസംഗ വിഷയം. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഈ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ, ബാബിലോൺ, മേദ്യ, പാർസ, ഗ്രീസ്, റോം, ഈ 4 ഭരണ സംവിധാനങ്ങളെയും അതിശക്തമായ ഭരണ സംവിധാനങ്ങളാണ്. അതുപോലുള്ള ഭരണ സംവിധാനം ഒന്നും ഭൂമിയിലില്ല. അത്ര ശക്തമായിരുന്നു, സുശക്തമായ ഭരണ സംവിധാനമാണ്. അതിനെ മുഴുവൻ, ആ ഭരണ സംവിധാനം മുഴുവൻ, ഇന്ന് ഭരിക്കുന്ന ഈ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ, ഡെമോക്രസി അല്ലേ ഇന്ന് ഭരിക്കുന്ന ജനാധിപത്യം, അതുപോലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ആ കല്ല്. ആ വായിച്ചാട്ട് അല്ലെ 35-ാമത്തെ വാക്യം. അല്ല മറ്റേ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലെന്തുണ്ട്? അവിടെ തൊട്ട് തുടങ്ങണം. ആമേൻ. തകർത്ത് കളഞ്ഞു. അടുത്ത് എല്ലാ ഭരണ സംവിധാനങ്ങളും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്തിലെ കളത്തിലെ. അപ്പൊ ഈ ഭരണ സംവിധാനം മുഴുവൻ ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കോണം. അടുത്ത് ഒരിടത്തും തങ്ങാതെ വണ്ണം പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് യേശുക്രിസ്തു. ബിംബത്തെ അടിച്ച കല്ല് ഭരണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് യേശുക്രിസ്തു തന്റെ ഭരണം സ്ഥാപിക്കും എന്നർത്ഥം. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പെന്തക്കോസ്തർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലെ തലതട്ടപ്പന്മാരായ ചില രാഷ്ട്രീയ നേതാക്കന്മാര് അവര് ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോട് ചേർന്ന് അവരും ഭരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. ഞങ്ങൾക്കും വേണം ഭരണം, ഞങ്ങൾക്ക് വേണം MLA, ഞങ്ങൾക്ക് വേണം ഒരു മന്ത്രി, ഞങ്ങൾക്ക് വേണം പറഞ്ഞിരിക്കുക. കാരണം എന്താ? കാറ്റുണ്ടാക്കാനാ. ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് അക്രാന്തം കാണിക്കുന്നത്. ദൈവമക്കളായ നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ലോകത്തിന്റെ ഭരണ സംവിധാനമായിട്ട് നമുക്ക് ബന്ധമില്ല. നമുക്കൊരു ഭരണം വരുന്നുണ്ട്, നമുക്കൊരു രാജ്യം വരുന്നുണ്ട്. നമുക്ക് സ്തോത്രം ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി വരുന്നുണ്ട്. നമുക്കൊരു 1000 ആണ്ട് വാഴ്ച വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആയിരിക്കാനാണ് നമ്മൾ കിടന്ന് പരിശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന, രാഷ്ട്രീയത്തിന് എൻ്റെ ജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ, ആരും ജയിച്ചോട്ടെ, ആരും ഭരിച്ചോട്ടെ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോള് കർത്താവ് ഈ ഭൂമിയെ ഭരിക്കും. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം 7 വർഷം മഹോദരകാലം ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിനുശേഷം 1000 ആണ്ട് വാഴിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുമായിട്ട് ഈ ഭൂമിയെ ഭരിക്കും. ഞങ്ങൾ സകലവും വിട്ട് ഇതിനെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് പത്രോസ് ചോദിച്ചു. കർത്താവ് എന്തോ പറഞ്ഞു? ഇസ്രയേൽ ഗോത്രം 12-നെയും ഞാൻ ന്യായം വിധിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന് ചാള പിടിച്ച് നടന്ന പത്രോസിനോടും യോഹന്നാനും യാക്കോബിനോടും കർത്താവ് പറഞ്ഞു. അവർക്ക് അന്ന് മനസ്സിലായില്ലേ എന്തോ അന്ന് സംഭവം. കുറെ കഴിഞ്ഞ് ആത്മാവ് വന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി.
കർത്താവിൽ നിന്ന് പഠിച്ച് ആത്മാവിനെ പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവിനോടൊപ്പം ഒരു വാഴ്ച ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതിനെക്കുറിച്ച് ആ കർത്താവ് പറഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് പിന്നെയും മനസ്സിലായിട്ടില്ല. അതിനാണ് ഇവിടെ ഈ ലോകം ഭരിക്കാൻ വേണ്ടി അവരോട് ഓടുന്നത്. ആ വചനങ്ങളും ഉപദേശങ്ങളും അവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. പല പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടില്ല. ഈ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നു. പൊങ്ങമെന്നുള്ള സ്ഥലത്ത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഹെഡിങ് ആയിട്ട് കൊടുത്ത ആ ക്ലാസ് എടുത്തവിടെ. അപ്പൊ തിരുവെഴുത്തുകളെ തിരിച്ചറിയണം. ഈ ഇന്ന് നടക്കുന്ന ഈ വിഷയങ്ങളെ നമ്മൾ വചനത്തിലൂടെ പഠിച്ചെടുക്കണം. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചന നിവൃത്തികളാണെന്ന് പഠിച്ചെടുക്കണം. അങ്ങനെ പഠിച്ചെടുത്ത് കാര്യങ്ങളെ വിലയിരുത്തി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ കുരങ്ങന്റെ വാൽ ഇറിയതുപോലെ ഇറിയിപ്പോവും നമ്മള്. പല പ്രാവശ്യം ഉദാഹരണം പറയുന്നു, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം എന്താണ്? പണ്ട് ഒരു കർത്താവദാസൻ പറഞ്ഞ പോലെ നമ്മൾ ആരായിരുന്നു? നമ്പർ 1, നമ്മൾ ആരായിരുന്നു? നമ്മൾ ആരാണ് ഇപ്പോൾ? നൗ നമ്മൾ ആ ഫ്യൂച്ചറിൽ നമ്മൾ ആരാ? 3 ചിന്ത. നമ്മൾ ആരായിരുന്നു? എഫേസ്യർ 2:2-3 വായിക്കും. അത് വചനത്തിലൂടെ ഇന്ന് വായിക്കുന്നതായിരിക്കും നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. എഫേസ്യർ 2:2-3 വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ഇതിന്റെ ഭാഗം മാത്രമല്ല കൂടി വായിച്ചാണ് മുമ്പേ തുടങ്ങുന്ന വാക്യം. ജാതികളായിരുന്നു വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ. ഷോർട്ടായിട്ട് പറഞ്ഞാൽ പിശാചിന്റെ അടിമ രൂപത്തിൽ കിടന്ന് ഞെളിപിരി കൊണ്ടവരായിരുന്നു നമ്മൾ. ദുരുപദേശത്തിന്റെ അടിമ ചങ്ങലയിൽ പിശാച് ബന്ധിച്ചിട്ടവരായിരുന്നു നമ്മൾ. ഇപ്പോൾ നമ്മൾ ആരാ? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജപുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇപ്പോൾ നമ്മൾ ആരാ? രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ട്രംപിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? മോദിയുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് ഒരാൾ പറഞ്ഞാൽ നിസ്സാര ആളാണോ? വലിയൊരാളായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡറുമായിട്ട് ഒരു മുള്ളിയെ തെറിച്ച ബന്ധം ഉണ്ടെങ്കിൽ അതും പൊക്കി പിടിച്ചു നടക്കും നമ്മളൊക്കെ. പലരും പറഞ്ഞു നടക്കുന്ന കേട്ടിട്ടില്ലേ? എന്നാൽ ഇവിടെ നമ്മൾ ആരാ? അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമാണ്. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ കൂട്ടുകെട്ടിന്റെ ഉള്ളിൽപ്പെട്ടവരാണ് നമ്മൾ. ദൈവം നമ്മളിൽ വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ. അടുത്തത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, നിർമ്മല കന്യകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതിനു മുൻപ് ഒരു പഠനം ഉണ്ടല്ലോ, നിർമ്മല കന്യ, നാം മണവാട്ടി. പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് നമ്മൾ. ഓ എന്റെ ദൈവമേ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് നമ്മൾ. നമ്മൾ നിർമ്മല കന്യകയാണ്, നമ്മൾ മണവാട്ടിയാകാൻ പോകുന്നവരാണ്. നിർമ്മല കന്യകയായി അശുദ്ധി ഭവിക്കാതെ ജീവിച്ചാൽ മാത്രമേ മണവാട്ടി പദത്തിൽ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ വഴി വെച്ച് തള്ളപ്പെട്ടു പോകും. ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് നമ്മൾ. ആത്മാവ് നമ്മളിൽ വസിക്കത്തക്ക നിലയിൽ നമ്മുടെ പ്രവൃത്തിയും ജീവിതവും ആയില്ലെങ്കിൽ, ആത്മാവ് വസിക്കാതെ ആത്മാവ് നമ്മളെ വിട്ടുപോകും. പിന്നെ നമ്മൾ വട്ടപൂജ്യമായി മാറും. നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ പുറകെ പോകരുത് ദൈവമക്കളെ. എനിക്കതാ പറയാനുള്ളത്. എനിക്കിട്ട് മിഷനാ ഞാൻ പറയുന്നത്. സ്വീകരിക്കാം, തള്ളിക്കളയാം.
കാരണം വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞത് എന്താണ്? കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് മനുഷ്യനുണ്ടാക്കിയ എല്ലാ ഭരണ സംവിധാനം. ബാബിലോൺ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ച് ഹിസ്റ്ററി പഠിക്കണം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഹിസ്റ്ററി ഇന്റർനെറ്റിലും അതുപോലെ ചരിത്ര പുസ്തകങ്ങളിൽ കൂടിയൊക്കെ ഒന്ന് പഠിച്ചെടുത്താലുണ്ടല്ലോ, അതുപോലൊരു സാമ്രാജ്യം ഇത് ഭൂമിയിൽ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ആ ആസന്ന ഭാവിയിൽ അത് വരുമെന്നാ പറയുന്നത്. ആ സാമ്രാജ്യത്തിന്റെ ആ ഭരണ സംവിധാനങ്ങൾ യേശുക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഇവിടെ ഉണ്ടാകും. ആ സമയത്ത് മനുഷ്യപ്രാണൻ, മനുഷ്യദേഹം ഒക്കെ എന്ത് ചെയ്യും? വിൽപ്പന ചരക്കായിട്ട് വരും. സ്തോത്രം. യേശുക്രിസ്തുവിനെതിരെ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തിയാൽ അവൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവന്റെ പട്ടാളം വന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഒരു മെഷീൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് കാല് വേറെ, കൈ വേറെ, കിഡ്നി വേറെ, ലിവർ വേറെ, ഹാർട്ട് വേറെ, ഇതെല്ലാം കൊണ്ടുവന്ന് മനുഷ്യപ്രാണൻ, മനുഷ്യദേഹം ഉണ്ടോ വെളിപ്പാട് പുസ്തകത്തിലെ വിൽപ്പന ചരക്കായിട്ട് വരും. മനസ്സിലായോ? ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അത്ര ഭയങ്കരമാണ്, ഭയാനുകമാണ്. അതുകൊണ്ട് ദൈവം ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്നത്. ഒരു ഭരണവും മനുഷ്യന് നന്മ ചെയ്യുന്നവരല്ല. ഒരല്പ ആശ്വാസമൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരാം, അവരുടെ പിന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നാണ്. അവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും സന്തോഷം. പിന്നെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യേണ്ടി അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലും ഈ ലോകത്തിന്റെ ഭരണ സംവിധാനത്തിലും ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര പോയാലും, നിങ്ങൾ അതിനെ വിശ്വസിച്ചാലും, തമ്പുരാൻ അതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ട് കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് യേശുക്രിസ്തുവാണ്. സകല ഭരണ സംവിധാനങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് താൻ ഇവിടെ രാജ്യം സ്ഥാപിക്കാൻ വരാൻ പോവുകയാണ്. ആ കർത്താവിൻ്റെ ഒപ്പം നമുക്കായിരിക്കാൻ പറ്റുമോ? കർത്താവിനോടൊപ്പം നമുക്ക് ആയിരിക്കാൻ പറ്റുമോ? വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ ഇന്നലെ നമ്മുടെ പ്രസംഗത്തിൽ പറയാനിടയായി തീർന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്, അതിന്റെ 1-ാം അധ്യായത്തിന്റെ നമ്മുടെ രാജാക്കന്മാരാണെന്ന് പറയുന്ന ഒരു ഭാഗം ഞാനത് വായിച്ചു തരാം. അതിന്റെ 6-ാമത്തെ വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും. ആ രാജ്യം എന്നുള്ള സ്ഥാനത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് വെക്കണം. അത് പഠിക്കണം. രാജ്യമാക്കി വെക്കുകയല്ല, രാജാക്കന്മാരാക്കി വെക്കുകയും. ഇപ്പോൾ നമ്മൾ പുരോഹിതന്മാരാ, ഈ ഭൂമിയിൽ പുരോഹിതന്മാരാ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ രാജാക്കന്മാരാ, ക്രിസ്തുവിനോടൊപ്പം വാഴേണ്ടവരാ, 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ വാഴേണ്ടവരാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരോടാണ് ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിസ്സാര ആൾക്കാരോടല്ല. രാജാക്കന്മാരായി വാഴേണ്ടവരോടാണ് ഞാൻ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ നിസ്സാരന്മാരല്ല. തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കേസിന് പോകുന്ന വ്യക്തികളോട് പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമോ നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ഈ ഭൂമിയെ വിധിക്കുമോ നിങ്ങൾ അറിയുന്നില്ലയോ? ഭൂമിയെ വിധിക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യനെ ഭരിക്കുവാൻ, ദൂതന്മാരെ വിധിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഈ കേസിന് വേണ്ടി, നിസ്സാര കാര്യത്തിന് വേണ്ടി കോടതി കയറി ഇറങ്ങുന്നു എന്നാണ് പൗലോസോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. ആരായിരുന്നു നമ്മൾ? ഇപ്പൊ നമ്മൾ ആരായിരിക്കുന്നു? ഞാനത് വചനത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. നാളെ ആരാകും? രാജാക്കന്മാരെ പോലെ വാഴുക. ഈ ഒരു ഉൾബോധം ഇല്ലാത്ത പെന്തക്കോസ്തുകാർക്ക് ഒരിക്കലും നിത്യത പ്രാപിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ആകേണ്ട അവസ്ഥ അതാണ്. അതിനുവേണ്ടി നമ്മൾ യത്നിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിനുവേണ്ടി നമ്മൾ ക്രിസ്തു ജീവിതം നയിക്കണം, അതിനുവേണ്ടി ലോകത്തിൽ നകന്ന് പൊയ്ക്കൊണ്ടിരിക്കണം. യാക്കോബിന്റെ ലേഖനം 4:4 ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന ഒരു വാക്യം. അവിചാരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവിനെ ദൈവത്തിന്റെ കൂടെ ചേർക്കൂ? കൂടെ വാഴാൻ സമ്മതിക്കുമോ? ഇല്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. മുഖപരമായിട്ട് ഇത് പറയാൻ എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ ദൈവാത്മാവ് തന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. കുറുവാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച വിഷയത്തിന്റെ കുറുവാക്യം എന്താണെന്ന് അറിയാമെങ്കിലൊന്ന് പറഞ്ഞാട്ട്, ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. ഏതാ കുറുവാക്യം? 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ വാക്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച വചനത്തിന്റെ തുടർ പഠനത്തിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രി വരുന്നത്, ഇന്ന് പകൽക്കാലം വരുന്നത്. നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. നമുക്കൊരു കാത്തിരിപ്പുണ്ട്. എന്താണ് ആ കാത്തിരിപ്പ്? പുതിയ ആകാശം പുതിയ ഭൂമി. അത് കഴിഞ്ഞൊരു നിത്യത,
ദൈവത്തിന്റെ പദ്ധതി ഇവിടെ തുടങ്ങിയിട്ടില്ല. ദൈവത്തിന്റെ കർമ്മ പദ്ധതി ഇവിടെ തുടങ്ങിയിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതി രൂപാന്തര ശരീരവും 1000 ആണ്ട് വാഴ്ചയും പുതിയ ആകാശം പുതിയ ഭൂമിയിലെ അവസ്ഥയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അത് തുടങ്ങിയിട്ടില്ല. ഇവിടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു നാടകം അഭിനയിക്കുമ്പോൾ എത്ര പ്രാവശ്യം റിഹേഴ്സൽ എടുക്കും? എത്ര പ്രാവശ്യം റിഹേഴ്സൽ എടുക്കാണ്ട് ഉപദേഷ്ടാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തുപോയി. നിങ്ങൾ ചിരിക്കരുത്, ചിന്തിക്കാൻ വേണ്ടി പറയുക. ഒരു സീരിയസ് ആയിട്ട് അഭിനയിക്കേണ്ട ഒരു സ്റ്റേജ് വന്നു. സീരിയസ് ആയിട്ട് അഭിനയിക്കേണ്ട സംവിധായകന്മാരും എൻ്റെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ നടൻ സീരിയസ് ആയിട്ട് അഭിനയിക്കാണ്ട് എന്ത് ചെയ്തു? തമാശ രൂപത്തിൽ അഭിനയിക്കുക. അപ്പൊ പണ്ടത്തെ നാടക സ്റ്റേജിന്റെ തൊട്ടടുത്ത് തന്നെ പുറകിൽ സൈഡിലൊക്കെ അതിന്റെ നിർമ്മിതാവ് സംവിധാനമൊക്കെ നിൽപ്പുണ്ട്. അദ്ദേഹം ഒരു ചൂരൽ വടിയെടുത്ത് ഈ അഭിനയം വളരെ ലളിതമാക്കി, അല്ലെങ്കിൽ തമാശ രൂപത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, സീരിയസ് ആയിട്ട് മുഖം അഭിനയിക്കേണ്ട സ്ഥാനത്ത് ഇയാൾ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് ഒരു ചൂര വടിയെടുത്ത് ഒറ്റ അടിയെ കൊണ്ട് അടിച്ചു. അടി കൊണ്ടിട്ട് എന്ത് ചെയ്തു? ഇയാളിങ്ങനെ ദേഷ്യത്തോടെ തിരിഞ്ഞിങ്ങനെ നോക്കിയ സമയത്ത് ഇനിയിപ്പോ നോക്കി ഇപ്പൊ അഭിനയിച്ചോളാം. ഈ ഫേസാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ല ആ സീനിന് വേണ്ടി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞതുപോലെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കളിതമാശയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല, വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ പത്രോസ് പറയുന്നത് ഒരു വക അറിവിടാത്ത പത്രോസ് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താ? എന്നാൽ നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഒരുക്കുന്നു. ആദ്യം നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠകരമായ ഒരു അനുഭവം എന്താണ്? രൂപാന്തര ശരീരം. അത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന ബ്ലെസ്സിങ് എന്താണ്? 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞ് മൂന്നാമത് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണ്? പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമെന്ന് എനിക്ക് മനസ്സിലാക്കിയത്. വിലപ്പെട്ട ദേവദാസന്മാരിൽ നിന്നൊക്കെ ഞാൻ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യം ഞാൻ ഈ പറയുന്നത്. അനേകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ചപ്പും ചവറുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ അവർ പറയുന്ന മുഴുവൻ, ഈ ഭൂമിയിലെ കാര്യങ്ങളെ പറയുന്ന മുഴുവൻ, ഇവിടെ പ്രസിഡന്റ് ആകണം, ഇവിടെ സെക്രട്ടറി ആകണം, ഇവിടെ ഖജാൻജി ആകണം, ഇവിടെ കൗൺസിൽ അംഗങ്ങളാകണം, പിന്നെ കൺവെൻഷൻ നടത്താൻ നേരത്ത് ഒരു കോറം ഉണ്ടല്ലോ, എന്താ ഭാഷ പറയുന്നത്? കൺവെൻഷൻ നടത്തുമ്പോ ഒരു ഗ്രൂപ്പിന് അതിലെന്തോ കൗൺസിലോ കൗൺസിൽ, പിന്നെ ഒരു കമ്മിറ്റി കൺവെൻഷൻ നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റി അതിൽ 5-6 പേര് കാണും, 10 പേര് കാണും. പന്തൽ ഒരു ഗ്രൂപ്പിന് കൊടുക്കും, പിന്നെ ഫുഡ് ഒരാൾക്ക് കൊടുക്കും, പിന്നെ ചെയർ ഒരാൾക്ക് കൊടുക്കും, ബാത്റൂം ഫെസിലിറ്റി കാര്യങ്ങൾ നോക്കാൻ ഒരാൾക്ക് കൊടുക്കും. ഇവരെല്ലാം ഈ ഓരോ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അതിൽ കൂടി കാശാമുക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതിനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. പ്രസിഡന്റ് ആകണമെങ്കിൽ കോഴ കൊടുത്ത് പ്രസിഡന്റ് ആവും, സെൻട്രൽ പാസിന് അതിന് കോഴ, എല്ലാത്തിനും കോഴ, രാഷ്ട്രീയത്തിലുള്ളതുപോലെ കോഴ. ഇതൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും വിശ്വാസമില്ലാത്തത്. ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്ത് ഇതൊന്നുമില്ല. സ്വർഗരാജ്യത്ത് ഇതൊന്നുമില്ല. ദൈവിക കോടതിയുടെ തീർപ്പ് പ്രകാരം ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന അന്യായത്തിന് സ്വർഗീയ കോടതിയുടെ ശിക്ഷ കിട്ടും. തൽക്കാലം ആശ്വാസം തോന്നിയാലും അവസാനം ഗൾട്ടാക്കി പിടിവീട്. ആ പിടിവീണ് കഴിഞ്ഞാൽ, ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോ കല്യാണ വസ്ത്രം ധരിച്ച് രാജസന്നിധിയിലേക്ക്, അല്ല, ഒരു വിവാഹ സദ്യക്ക് വേണ്ടി ക്ഷണിച്ച രാജാവിന്റെ കാര്യം സ്വർഗരാജ്യവുമായിട്ട് ഉപമിച്ച് കർത്താവ് പഠിപ്പിച്ചു. കല്യാണ വസ്ത്രം ഇല്ലാതെ ആർക്കും വരാൻ പറ്റത്തില്ല. അപ്പൊ നോക്കുമ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുക. അപ്പൊ അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? എന്താ മറുപടി പറഞ്ഞു? അതിന് ഉത്തരം മുട്ടിപ്പോയി. കർത്താവ് ചോദിച്ചാൽ ഉത്തരം മുട്ടും. ഇവിടെയാണെങ്കിൽ ഇതിന്റെ ഈ കൺവെൻഷൻ പന്തലിന് ഇത്രയും തുക ഇത് എവിടെ നിന്ന് കിട്ടി? 100 മറുപടി പറഞ്ഞ് മലക്കം പറഞ്ഞ് നിൽക്കും കമ്മിറ്റി മെമ്പർ. പക്ഷെ അവിടെ ഉത്തരം മുട്ടും. ഇവിടെ കിടന്ന് തട്ടിപ്പും വെട്ടിപ്പും ചാതിയും വഞ്ചനയും കാണിക്കുന്ന സഹോദരന്മാരോട് ഒരു കർത്താവിന്റെ എളിയ ദാസനായി എനിക്ക് പറയാനുള്ളത്, നിന്റെ ഗൽത്തായ്ക്ക് പിടിവീഴുമ്പോൾ നിനക്ക് ഉത്തരം മുട്ടും. നിന്നെ ശിക്ഷ വിധിച്ച് നരകത്തിൽ കൊണ്ട് തള്ളിക്കളയും. അതുകൊണ്ട് മര്യാദയ്ക്ക് വിശ്വസ്തയോടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ചെയ്യും. എനിക്കതാ പറയാനുള്ളത്. എനിക്ക് സത്യം തുറന്നു പറയേണ്ട കാര്യം, എനിക്ക് മടിക്കേണ്ട കാര്യമില്ല. ഞാൻ തെറ്റ് കാണിച്ചാൽ ആർക്കും എന്നോട് തുറന്നു പറയാം. എവിടെയെങ്കിലും ഒരു അവിശ്വസത കാണിച്ചു, ഒരു അമാതൃക കാണിച്ചു, തീർച്ചയായിട്ടും പിടിച്ചു നിർത്തി ചോദിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പാസ്റ്റർ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിട്ട് പാസ്റ്റർ എന്താ ഇങ്ങനെ ചെയ്യും? ഞാനും നന്നാകട്ടെ, എന്റെ ചിന്ത ഞാനും നന്നാകട്ടെ എന്നുള്ളതാണ്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം ദൈവവചന വ്യവസ്ഥപ്രകാരമായി തീരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം അവന്റെ നീതി വിധിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണം? അടുത്ത പത്രോസ് പറയുന്ന കാര്യമാണ്. അല്ല, അടുത്ത ഭാഗ്യം, അതിന്റെ ഭാഗ്യം ഈ പ്രിയമുള്ളവരെ, അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കിയാൽ എന്തോ ചെയ്യണം? ഇനി അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ ലക്ഷ്യമിച്ചു. അവിടെ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുക, സന്തോഷം. ചുമ്മാ ഒന്നും കിട്ടത്തില്ല. ഇത് ഈ മായമില്ലാത്ത പാല് കുടിക്കുന്ന എന്തിനാ? രക്ഷയ്ക്കായി വളരാൻ. ഏത് രക്ഷ? അന്ത്യകാല രക്ഷ. അന്ത്യരക്ഷ. താങ്കളെ നിൽക്കുമ്പോ പോണ്ടേ മുകളിലോട്ട്? പാസ്റ്റർമാര് പ്രാർത്ഥിച്ചുകൊണ്ട് കുഴിയിലിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരണ്ടേ? അതിനുവേണ്ടി രക്ഷയ്ക്ക് ഒരു വളർച്ചയുണ്ട്, ഒരു ആത്മീയ വളർച്ച, ഒരു ആത്മീയ വർധന, ഒരു ആത്മീയ നിറവുണ്ട്. അതും പത്രോസാ പറയുന്നത്. സകല ദുഷ്ടതയും എല്ലാ ചതിയും എല്ലാ വാജഭാവവും എല്ലാ അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഈ പത്രോസിന്റെ ഉപദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. പൗലോസ് പിന്നെ ലേഖനം എഴുതുമ്പോൾ താൻ അറിവുള്ളവനാണ്, കഴിവുള്ളവനാണ്, താൻ നല്ല ഒരു 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 ജ്ഞാനിയാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പൗലോസിനെ കുറിച്ച് പറയാം. ഈ മനുഷ്യന് എന്തുണ്ട്? ഈ പത്രോസിന് എന്തുണ്ട്? ഞാൻ സാറിന് ചോദിക്കാം, പത്രോസിന് എന്തുണ്ട് അറിയാം? അമ്മമ്മേ, ഗലീല കടലിൽ മീൻ പിടിക്കാൻ അറിയാം. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ കിടന്ന് അധ്വാനിച്ചിട്ട് ഒരു പൂഞ്ഞാണിയും കിട്ടിയില്ല. അതാണ് അതിന് രസം. എല്ലാം അറിയാം, മീൻ എവിടെ ഉണ്ട്, മീൻ എവിടെ ഇല്ലെന്ന് അറിയാം, എന്നിട്ട് പോലും കിട്ടിയില്ല. അപ്പൊ അത് പറഞ്ഞുകൂടാന്ന് നമുക്ക് പറയാൻ വേണം. ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് കർത്താവ് തന്നോട് പറഞ്ഞു, ശീമോനെ, എന്താണ്? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ദൈവം അവനെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചു. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിനെ പിടിച്ച് അവര് ബന്ധിച്ചു കൊണ്ടുപോകുന്ന സമയത്ത്, യേശു തിരിഞ്ഞവനെ നോക്കിയ സമയത്ത് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞ് നിലവിളിച്ച് യഥാസ്ഥാനപ്പെട്ട് തൻ്റെ കുറ്റങ്ങളെ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കർത്താവ് മുമ്പ് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, സ്വർഗരാജ്യത്തിലെ താക്കോൽ ഞാൻ നിനക്ക്. അപ്പൊ പ്രോമിസ് കൊടുത്തതുകൊണ്ട് എന്ത് ചെയ്യും? തെറ്റ് ചെയ്തപ്പോ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആ ചാവി അവന് തന്നെ കൊടുത്തു. വേറെ ആർക്കും കൊടുത്തില്ല. അവനാണ് പ്രസംഗിച്ച് ആദ്യം 3000 പേരെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം, ബലഹീനതകൾ വരാം, പോരായ്മകൾ വരാം. അത് കൃത്യമായി വ്യക്തമായി ദൈവശ്രീ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പത്രോസിന്റെ ജീവിതം നമുക്ക് സാക്ഷ്യം തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.